ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഒരവസരം കൂടെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ദൈവജനത്തിന് മുമ്പാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ധനമായിട്ട് നൽകി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശരീരമായിട്ടൊക്കെ ബലഹീനമായ അവസ്ഥയിലും പനിയുടെ പ്രയാസങ്ങൾ ഒക്കെ ആയിട്ട് അധികം പേർക്കും കടന്നു വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നാം അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണം. പ്രതികൂലങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകണം. സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ദിവസങ്ങളിൽ ഒരുമിച്ച് കടന്നു വന്ന് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാനും ബന്ധപ്പെടുത്തുവാനും ദൈവം ഇടയാക്കണം. ആ നിലയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളൊക്കെ വായിച്ച് ഒന്ന് സഹായിക്കണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ചവർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചു. അവരുടെ ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷിച്ചപ്പോൾ സൂചിത സമയം ഏതോ എങ്ങനെയുള്ളത് എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് അവർ വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുഞ്ഞു നോക്കുവാനാണ്. അതുപോലെ പരിചയമുള്ളതായ വേദഭാഗം പത്രോസ് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം തനിക്ക് നൽകിയതായ അരുളപ്പാടുകൾ പ്രസ്താവിക്കുമ്പോൾ ഈ 10 മുതലുള്ളതായ വാക്യങ്ങൾ വളരെ ചിന്തനീയമായ വാക്യങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. നാം എങ്ങനെയാണ് വായിച്ചത്? നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടതായ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പത്രോസിൻ്റെ ഈ എഴുത്ത് വളരെ ചിന്തനീയമാണ്. ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കളെ കുറിച്ച് ദൈവം അവരുടെ തുടർമാനമായ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ദൈവിക ഇടപെടൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പ്രവൃത്തികൾ കാരണമല്ല, ആ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാനമായി ലോകത്തിലുള്ളതായ സകല മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കിയതായ രക്ഷയെക്കുറിച്ച് പ്രവാചകന്മാരെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ രക്ഷ എപ്പോഴാണ് എന്നുള്ളത് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയില്ല. കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അവൻ അനുഭവിക്കുവാൻ പോകുന്നതായ കഷ്ടാനുഭവങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കി.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ ആ സത്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അവരത് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെ രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവ കൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചത്. 20-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വാക്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ തിരുവചനത്തിൽ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ ആത്മീയ സത്യങ്ങൾ നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 22-ാം സങ്കീർത്തനത്തിലൊക്കെ, അതുപോലെ തന്നെ സെക്രിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന് വരേണ്ടിയിരിക്കുന്ന താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെ കുറിച്ചൊക്കെ പ്രവാചകന്മാർക്ക് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമ വിശ്വാസത്തിലായിരിക്കുന്ന നമുക്ക് സ്വർഗത്തിലെ ദൈവം ആ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സുവിശേഷം കേട്ട് ദൈവം അത് അംഗീകരിച്ച് ദൈവമക്കളായി തീരുക എന്നുള്ളത് നമ്മുടെ സ്വയമായ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും കഴിവുകൊണ്ടോ അല്ലെങ്കിൽ അതൊക്കെ കേട്ട് മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ആ പ്രത്യേകമായ കഴിവുകൊണ്ടൊന്നുമല്ല നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം, ഇന്നും അനേകർ സുവിശേഷം വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഒരു തീരുമാനത്തിലെത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഓരോരുത്തരിലും വ്യക്തമായ നിലയിൽ വ്യാപരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായ ആ രക്ഷയെ നമുക്ക് അംഗീകരിക്കുവാനും സ്വന്തമാക്കുവാനും ദൈവ മക്കളായി തീരുവാനും ഇടയായിത്തീർന്നു. പഴയ നിയമഭക്തന്മാരൊക്കെ അത് എന്താണെന്ന് അറിയുവാനായിട്ട് വളരെ താല്പര്യത്തോടെ അത് ശ്രദ്ധിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളവിടെ 12-ാം വാക്യത്തിൽ വായിച്ചു: നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് അതിപ്പോൾ തന്നെ ഗ്രഹിച്ചിരിക്കുന്നു, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനായിട്ട് നമുക്കറിയാം, കർത്താവിനെ അനുഗമിച്ചതായ പത്രോസ് കല്ലറയ്ക്കൽ അവനെത്തി ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ കർത്താവിനെ പത്രോസിനെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയതായ മറിയ കർത്താവിനെ അനുഗമിച്ചു. അവൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കലെത്തി. എന്നാൽ കല്ലറയിൽ കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നില്ല. പഴയ നിയമ ഭക്തന്മാരൊക്കെ അത് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ ഈ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ഇന്നും ആയിരിക്കുന്നത്. ആ ദൈവകൃപയിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് മാറുവാനായിട്ട് ഇടയായി തീരുകയില്ല. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സുഖകരമായ നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യവും അവൻ്റെ കൃപയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ദൈവകൃപയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് പല നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്. ദൈവകൃപയിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന, ദൈവകൃപയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവ മക്കൾക്ക് ദൈവം അനവധി ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. തിരുവചനത്തിൽ നമുക്കത് ആദിയോടന്തം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവകൃപയിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ദൈവകൃപയോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതായ ചില വസ്തുതകൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വലിയ കോട്ടയായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം
4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ്. വായിച്ചാട്ടെ. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്തിരിക്കുന്നു. ഈ ദൈവകൃപയിലാണ് നാം ആയിരിക്കുന്നത് എങ്കിലും എല്ലാ സമയത്തും എന്ത് ചെയ്യണം? കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്ന് കർത്താവിൽ നിന്ന് ആ കൃപ നാം പ്രാപിക്കണം. നമുക്കറിയാം, ദൈവകൃപ എന്ന് പറഞ്ഞാൽ ദൈവം അർഹിക്കുന്നത് തരാതിരിക്കുന്നു. നാം അർഹിക്കുന്നത് ദൈവം നമുക്ക് തരുന്നില്ല. അത് ദൈവത്തിൻ്റെ നമ്മളുള്ളതായ ദൈവ കൃപയാണ്. അപ്പോൾ തന്നെ നാം അർഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുന്ന, നാം അർഹിക്കാത്തത് നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എപ്പോഴും ദൈവ കൃപയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയമുള്ളവരെ, നാം നിൽക്കുന്നത് ദൈവകൃപയിലാണ്, നാം നടക്കുന്നത് ദൈവകൃപയിലാണ്, നാം സംസാരിക്കുന്നത് ദൈവകൃപയിലാണ്. അപ്പോൾ ദൈവകൃപ നമുക്ക് അതാത് സമയങ്ങളിൽ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവകൃപ നമുക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് തൽക്ക സമയത്ത് കൃപ നൽകുവാൻ തക്കവണ്ണം ഒരു വ്യക്തി നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുപോലെ തന്നെ അവൻ കൃപാസനത്തിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നു, നമുക്ക് വേണ്ടി ആയിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ കടന്നു നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെതായ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഒക്കെ ദൈവത്തോട് അറിയിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനും സധൈര്യം മുന്നോട്ട് പോകുവാനുമുള്ള ദൈവ കൃപ അർഹിക്കാത്ത, അല്ലെങ്കിൽ നാം അറിയിക്കുന്നത് ദൈവം നമുക്ക് അതാത് സമയങ്ങളിൽ കടന്നു ചെല്ലും, നമുക്ക് നൽകി തരും. അപ്പോൾ തന്നെ നമ്മളവിടെ വായിക്കുന്നുണ്ട്, നാം ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള അവകാശം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തോട് അറിയിക്കുവാനായിട്ട് വളരെ മടിയുള്ളതായ വ്യക്തി ജീവിതങ്ങളാണ്. നമ്മളെപ്പോഴും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും ഒരു മടിയും കൂടാതെ ധൈര്യത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. നമ്മൾ വായിച്ചു, അതുകൊണ്ട് കരുണ ലഭിക്കണം. എപ്പോഴാണ് കരുണ കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്. ദൈവം പറഞ്ഞു, എനിക്ക് കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നും. അത് ദൈവത്തിൻ്റെ ഭാഗത്തുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം എന്താണോ അത് തത്സമയം കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ വീണ്ടെടുക്കുവാനും നമ്മുടെ മധ്യസ്ഥനുമായിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ നാം അറിയിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ തത്സമയത്ത് നമുക്ക് കൃപ പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് കരുണ പ്രാപിക്കണമെങ്കിൽ, കൃപ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തോട് നമ്മുടെ പരാജയങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്യും? അതിന് മറുപടി നൽകും. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തരും. അപ്പോൾ ദൈവകൃപയിലായിരിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ ദൈവകൃപയിൽ നമുക്ക് ദൈവം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അപ്പോൾ കരുണ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് നാം പറയണം, ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ ഇന്നിൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരാജയമാണ്, അത് വാസ്തവമായ നിലയിൽ എന്നോട് ക്ഷമിക്കണം, എന്നെ ശരിയായ പാതയിലേക്ക് നയിക്കണം, എനിക്ക് കർത്താവിൻ്റെ കരുണ ആവശ്യമാണ്, നിൻ്റെ കൃപ തൽസമയം എനിക്ക് നൽകണം, ഞാൻ നിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഈ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം കരുണ കാണിക്കും. മാനുഷികമായ നിലയിലൊക്കെ നമ്മൾ ചിന്തിച്ചാലേ നമുക്കൊരു സഹായവും എവിടെ നിന്നും ലഭിക്കുവാനായിട്ട്
സാധ്യതയില്ല. എന്നാൽ നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച, ദൈവവൈതലാക്കി നമ്മെ തീർത്ത കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. അവൻ്റെ അടുത്തേക്ക് നാം ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം വരുത്തും. ദൈവം അത്ഭുതമാകുന്ന വഴികൾ നമ്മുടെ മുമ്പാകെ തുറക്കും. നാം അടുത്ത് ചെല്ലാതിരുന്നാൽ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാതിരുന്നാൽ ദൈവത്തിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശരിയായ പാതയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായി തീരുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്തുകയല്ല. നമുക്കറിയാം, ദൈവസന്നിധിയിൽ ന്യായാസനമുണ്ട്, കൃപാസനമുണ്ട്. ആ കൃപയുടെ ഇരിപ്പിടത്തിലിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തൻ്റെ കൃപ, തൻ്റെ കരുണ അതാത് സമയങ്ങളിൽ നൽകിയെന്ത് ചെയ്യും? അവ നമ്മെ പരിപാലിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചോട്ടെ. മതി. ഇവിടെ നമ്മൾ വായിച്ചതായ വേദഭാഗം, ഒന്ന് ദൈവ കൃപ നാം പ്രാപിക്കണം, രണ്ടാമത് ദൈവകൃപയിൽ നാം നിലനിൽക്കണം. ഗലാത്യ ലേഖനത്തിൽ അതാണ് വായിക്കുന്നത്. 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ന്യായപ്രമാണത്താൽ നീതിരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. രക്ഷയ്ക്ക് മറ്റു പല മാർഗങ്ങളിലേക്കും തിരിയുന്ന ആളുകളുണ്ട്, അല്ലേ? ഗലാത്യയിലുള്ളതായ യഹൂദന്മാരായിരിക്കുന്ന വിശ്വാസികൾ ഒക്കെ ന്യായപ്രമാണത്തിൽ വളരെയധികം ആശ്രയിച്ചു. ന്യായപ്രമാണത്താലാണ് രക്ഷ സാധിക്കുന്നത് എന്ന് അവരുടെ ഇടയിൽ പഠിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ന്യായപ്രമാണത്തിലാണ് രക്ഷ ലഭിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ജീവിതം മുഖാന്തരം എന്ത് ചെയ്തു? അവര് ക്രിസ്തുവിനോട് വേർപെട്ടു പോകുവാനായിട്ട്, അല്ലെങ്കിൽ കൃപയാൽ നമുക്ക് ദാനമായിട്ട് നൽകി തന്നതായ ആ രക്ഷയിൽ ഒരാത്മീയമായ വളർച്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. അപ്പം നമ്മൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യും? നിലനിൽക്കണമെങ്കിൽ ദൈവകൃപയിൽ നാം ആശ്രയിക്കണം. അപ്പം തന്നെ ദൈവകൃപയിൽ നാം നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനം, അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും അവനെ വഴി നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയിലാണ് ഓരോ വ്യക്തിയും ആശ്രയിക്കേണ്ടതും. ആ ദൈവകൃപയിലാണ് മുന്നോട്ട് പോകേണ്ടതും. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കറിയാം, ആരംഭം മുതൽ അവസാനം വരെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ ജീവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതായ ആ നിമിഷം വരെ ദൈവകൃപയിൽ മാത്രമാണ് ഒരു ദൈവവൈതലിന് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ലോകത്തിൻ്റെ അനേക കാര്യങ്ങൾ, അനേക താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മെ വീഴ്ത്തുവാനായിട്ട് നമ്മോടെപ്പോഴും ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ നാം വീണു പോകാതെ നമ്മെ സൂക്ഷിക്കുന്നത്, നമ്മെ ഭദ്രമായിട്ട് പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിനൊന്നും നമുക്ക് യാതൊരു അർഹതയുമില്ല. എന്നാൽ ദൈവം ദാനമായിട്ട് ആ കൃപ അതാത് സമയങ്ങളിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, ദൈവ കൃപയിൽ നാം നിലനിൽക്കണം. എപ്പോഴും കർത്താവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിൽ നാം മുന്നോട്ട് പോകണം. നമ്മുടെ ഏത് പരിമിതികളുടെ മുമ്പാകെയും നമ്മെ ശരിയായ പാതയിൽ നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് ഇടയായിട്ട്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ
നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലെ പ്രശംസിക്കുന്നു. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ദൈവകൃപയില്, നമ്മൾ നിൽക്കുന്നത് ദൈവ കൃപയിലാണ്, ദൈവ സാന്നിധ്യത്തിലാണ്, ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിലാണ് എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് ഇടയായിട്ട്. പ്രിയമുള്ളവരെ, റോമയിലുള്ളതായ വിശുദ്ധന്മാരുള്ള ബന്ധത്തില് പൗലോസ് പറയുന്നതായ കാര്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താല് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസവും അതിനനുസരിച്ചുള്ളതായ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നാം ദിവ്യ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെയധികം നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ ലോകം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ വേണം. നമുക്കെന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമുക്ക് അനുദിന ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാർ മുഖാന്തരം, പിതാക്കന്മാർ മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് രൂപപ്പെടുത്തി നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. നാം അത് വായിക്കണം, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ മാതൃക എന്ന് പറയുന്നത്. നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളോട് കർത്താവ് ആവശ്യപ്പെട്ടു. ദൈവകൃപയിൽ സുഗമമായ ഒരു മുന്നേറ്റം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. മാനുഷികമായ നിലയിൽ നമുക്ക് വളരെ തൃപ്തികരമായ നിലയിലൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കും, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എന്നാൽ രഹസ്യങ്ങളെ കാണുന്ന, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണാണ്. അവൻ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിലവുകളെയും ഒക്കെ നന്നായിട്ട് അറിയുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടതായ കാര്യം, കർത്താവിൻ്റെ കണ്ണ് എന്നെ കാണുന്നു, അവനറിയാതെ എൻ്റെ നാവിലൊരു വാക്കും ഉണ്ടാകുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞും അറിയാതെയൊക്കെ സംസാരിക്കുന്ന നമ്മുടെ സംസാര രീതികൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഏർപ്പാടുകൾ, അതൊക്കെ ദൈവം വളരെ സൂക്ഷ്മമായിട്ട് കാണുന്നു, അറിയുന്നു, പരിശോധിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, വിശ്വാസ ജീവിതത്തിൽ ദൈവകൃപയെ അനുഗമിക്കാതെ, പിന്തുടരാതെ, മുറുകെ പിടിക്കാതെ വീണുപോയ അനേക ഭക്തന്മാരായ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. യൂദയുടെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവിടെ യൂദ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ശരിയായ നിലയിൽ ഉപയോഗിക്കാതെ ദൈവനാമത്തെ ദുഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അരുളപ്പാടുകളെ ശരിയായ രീതിയിൽ മുറുകെ പിടിക്കാതെ ദൈവകൃപയിൽ നിന്ന് വീണുപോകുന്നായ വ്യക്തി ജീവിതങ്ങൾ. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. ആ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചാണ് ആ ദൈവകൃപയിൽ മറുകരയിലേക്ക് അവരെ നടത്തിയത്. എന്നാൽ ദൈവകൃപയിൽ അവർക്ക് തുടർമാനമായിട്ട് അതിനെ മുറുകെ പിടിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ചെങ്കടൽ കടന്ന 20 വയസ്സിന് മേലോട്ട് പ്രായമുള്ള എല്ലാവരും ദൈവത്തിൻ്റെ കൃപയിൽ വീണു പോകുവാനായിട്ടിടയായി തീർന്നു. മരുഭൂമിയിൽ അവരെല്ലാം പട്ടുപോകുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ മുറുകെ പിടിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കൃപയിൽ നിന്ന് വീണു പോകാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. ദൈവം മഹാകരുണയുള്ളവനാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീണു പോകാതെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അനവധി വാക്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമതായിട്ട് നമുക്കവിടെ ചിന്തിപ്പാൻ കഴിയുന്നത്, ദൈവ കൃപയിൽ വളർന്നു വരുവാനായിട്ട് വളരെയധികം ആവശ്യമുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. കൃപയിലും നമ്മുടെ
അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വമാകും. പത്രോസ് ലേഖനമൊക്കെ എഴുതി സമാപിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. ദൈവകൃപയിലൊരു വളർച്ച നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും നാം വളരണം. അവന് എപ്പോഴും എന്നേക്കും മഹത്വം. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം ഗുപ്തമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. അവനോട് നാം ചേർന്ന് പഠിക്കണം. അവൻ നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ അംഗീകരിക്കണം. അതിനൊന്നും ഒരു വിട്ടുവീഴ്ച നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ സേവിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ വേണം. ദൈവത്തെ അനുസരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ വേണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം പ്രമാണിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ വേണം. അവിടെ ഒന്നിനും ഒരു കുറവ് നമ്മളിൽ ദൈവം പ്രതീക്ഷിക്കുന്നില്ല. സകലവും ദൈവത്തിന് ഉള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അപ്പം ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് വായിക്കുവാനും അതനുസരിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അതിനെ മുറുകെ പിടിക്കുവാനും നമുക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. എങ്കിൽ മാത്രമേ ആത്മീയമായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവ കൃപയിൽ നാം വളരണം. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് കർത്താവിനെ എപ്പോഴും പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നാലാമതായിട്ട് നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയുന്ന കാര്യം, ദൈവ കൃപ കണ്ട് നമുക്ക് സന്തോഷിപ്പാനായിട്ട് ഇടയായിത്തീരും. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവ കൃപ കണ്ട് ദൈവത്തിൻ്റെ അത്ഭുതമാകുന്ന പ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന അനേക വ്യക്തികളെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ് നാം വായിച്ചത്. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കോണം പ്രബോധിപ്പിച്ചു. നമുക്ക് അറിയാം, പ്രബോധനപുത്രന് എന്ന പേരുള്ളതായ ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്ന് അവിടെയുള്ളതായ ദൈവകൃപ കണ്ട് സന്തോഷിച്ച കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 11-ാം അധ്യായത്തിലെ പ്രതിവാദ വിഷയം എന്ന് പറയുന്നത് കൊർന്നല്യോസിൻ്റെ മാനസാന്തരവും പത്രോസിൻ്റെ പ്രസംഗമൊക്കെയാണ്. നമുക്കറിയാം, മേൽഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കൊർന്നല്യോസിൻ്റെ പൗലും കർത്താവിനെ അറിയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ സുവിശേഷം അറിയിച്ചു. സ്തെഫാനോസിൻ്റെ മരണമുഖാന്തരം ദൈവജനം ചിതറിപ്പോയി. അവർ ചിതറിപ്പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചു. അനേകര് കർത്താവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനേകര് കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നപ്പോൾ അത് വലിയ സന്തോഷത്തിന് കാരണമായി തീർന്നു. ഈ വസ്തുത യെരുശലേമിലുള്ളതായ വിശ്വാസ സമൂഹം അറിയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടെ പോകുവാനായിട്ട് ആരെ അയക്കുമെന്നുള്ളതായ ചോദ്യത്തിന് മുമ്പാകെ ഈ ബർന്നബാസ് ഞാൻ പോകാമെന്നുള്ളതായ തൻ്റെ ആ വലിയ സാന്നിധ്യം അറിയിക്കുന്നു, തൻ്റെ സന്നദ്ധത അറിയിക്കുന്നു. നമുക്കറിയാം, കാരണം എന്താണെന്ന് വെച്ചാൽ യെരുശലേമിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്ററോളം അകലെയാണ് അന്ത്യോക്യ പട്ടണം. അവിടെ ദൈവത്തിൻ്റെ കൃപ കാണുവാൻ അന്ന് യാതൊരു വിധമാകുന്ന യാത്രാ സൗകര്യങ്ങളുമില്ലാത്ത, യാത്രാ പരിമിതിയുള്ളതായ ആ കാലഘട്ടത്തിൽ
അത്രയും ദൂരം യാത്ര ചെയ്ത് അന്ത്യോക്യയിൽ ചെന്ന് അവിടെയുള്ളതായ ദൈവജനത്തിൻ്റെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുക മാത്രമല്ല, അവരെ പ്രബോധിപ്പിച്ചു. എന്താണ് പ്രബോധിപ്പിച്ചത്? എല്ലാവരും നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. പ്രിയമുള്ളവരുടെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം, വ്യക്തിപരമായി ഒക്കെ ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ബർന്നബാസ് അവരോട് പറയുന്ന ഏക കാര്യമെന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ദൈവസഭ എപ്പോഴും അതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അപ്പോൾ ദൈവസഭ എപ്പോഴും എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവനാമം മഹത്വമെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ ആശയങ്ങൾക്കോ അവിടെ ഒന്നും യാതൊരുതുമാകുന്ന സ്ഥാനവുമില്ല. ദൈവകൃപ അത്യന്തം കണ്ട് സന്തോഷിച്ചതായ ബർന്നബാസ് പറയാണ്, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ, ദൈവവചനത്തോട് കൂറുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവ സഭ ശരിയായ നിലയിൽ മുന്നോട്ട് പോവുക, അതിനോട് ചേർന്ന് നിൽക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ദൈവ കൃപ കണ്ട് സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരണം. കൊലോസ്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും മുന്നോട്ട് പോകുന്ന കൊലോസ്യയിലുള്ളതായ വിശുദ്ധന്മാർ. അപ്പം നമുക്ക് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ദേവാലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. അല്പസമയം ഇവിടെ വന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങി ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. സങ്കീർത്തനങ്ങളാണേലും ആത്മീയ ഗീതങ്ങളാണേലും പ്രബോധങ്ങളാണേലും അത് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. പലപ്പോഴും നാം മടിപിടിച്ചും അലസന്മാരായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാതിരിക്കുവാനായിട്ട് കഴിയില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവ കൃപയിൽ കണ്ട് സന്തോഷിക്കുക. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദൈവകൃപ നാം അനുഭവിക്കുന്നവർ അപ്പം തന്നെ ദൈവകൃപയുടെ ഒരു ആത്മീയമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവർ ആത്മീയമായ ഫലം, ദൈവ കൃപ അനുഭവിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളിൽ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുന്നവർ ആയിരിക്കണം. ഇവിടെ പൗലോസ് പറയുകയാണ്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവ കൃപയത്തെ. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ നിന്ന് കർത്താവിനാൽ പിടിക്കപ്പെട്ടതായ പൗലോസ് കർത്താവിന് വേണ്ടി ദൈവകൃപയിൽ വളരെയധികം അധ്വാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ എപ്പോഴും ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. പൗലോസ് പറയാണ്, കർത്താവിന് വേണ്ടി വളരെയധികം അധ്വാനിച്ചതായ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വയമായ യാതൊന്നും പ്രവർത്തിച്ചില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ മംഗളകരമായി ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. ദൈവമേ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൃപയായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന് വളരെയധികം ഉദ്ദേശങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ളതായ 6 വരെയുള്ളതായ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയുടെ അനുഭവമൊക്കെ നമുക്കത് സവിസ്തരം നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ
കർത്താവിന് വേണ്ടി ഫലം കായ്ക്ക് നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് നാം മനസ്സിലാക്കി സ്വർഗത്തിലെ ദൈവത്തിന് സകലവിധമാകുന്ന മഹത്വം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ചിന്തിച്ചു വന്നതായ കാര്യം ദൈവത്തിൻ്റെ കൃപ നാം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. തത്സമയത്ത് കൃപ തരുവാൻ തയ്യാറായി കൃപാസനത്തിലിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ മധ്യസ്ഥൻ, അവൻ നമുക്ക് ആവശ്യമായ കരുണയും കൃപയും നൽകുവാൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നമ്മളുടെ അടുത്ത് ചെന്ന് കൃപ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നാം ദൈവകൃപയിൽ നിലനിൽക്കണം. വീണു പോകാൻ വളരെ സാധ്യതയുള്ളതായ ചുറ്റുപാടിലാണ് നാം ആയിരിക്കുന്നത്. നാം ദൈവകൃപയിൽ വളരണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. വളർച്ചയില്ലെങ്കിൽ ജീവിതം മുരടിച്ചു പോകും. ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ദൈവകൃപ കൊണ്ട് സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ദൈവിക വഴികളിൽ നടത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ദൈവമക്കളായിട്ട് നാം മാറണം. അത് ദൈവത്തിന് പ്രസാദകരമാണ്. അതുപോലെ ദൈവകൃപയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം കേട്ടതായ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ താഴ്ത്താൻ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന് വളരെ പ്രയോജനകരമായ നിലയിൽ, ഫലം കായ്ക്കുന്ന നിലയിൽ ദൈവകൃപ കണ്ട് സന്തോഷിക്കുന്നവരായിട്ട് മുന്നോട്ട് ജീവിക്കാൻ ഈ ചെറിയ ചിന്തകൾ നമുക്കിടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.